തിരുവനന്തപുരം കോർപ്പറേഷനിൽ വി രാജേഷ് ബി.ജെ.പിയുടെ മേയർ സ്ഥാനാർത്ഥി എസ് ആശാനാഥ് ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയാണ്. ഏറെ ചർച്ചകൾക്കൊടുവിലാണ് വി രാജേഷിനെ മേയറാക്കാനുള്ള ധാരണയിൽ എത്തിയത്. മാത്രമല്ല ഒരു ആർ ശ്രീലേഖ മേയറാകാൻ പോകുന്നു എന്നുള്ള രീതിയിലുള്ള ധാരണ പൊതുവിൽ പരക്കുന്ന സമയത്താണ് വി രാജേഷിൻ്റെ സ്ഥാനാർത്ഥിത്വം ബി.ജെ.പി ഔദ്യോഗികമായി അംഗീകരിച്ചത്. മാത്രമല്ല ആർ ശ്രീലേഖയെ അനുനയിപ്പിക്കാനും അവർക്ക് മറ്റു ചില വാഗ്ദാനങ്ങൾ നൽകാനും ഒക്കെ ബി.ജെ.പി നേതൃത്വം തീരുമാനിക്കുന്നു എന്നും പിന്നാമ്പുറങ്ങളിൽ സംസാരമുണ്ട്. എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷനെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാക്കുമെന്ന് വി രാജേഷ് ഇന്ന് പ്രതികരിച്ചു. പ്രവർത്തകർക്ക് ബി.ജെ.പി ഉൾപ്പെടുന്ന ദേശീയ പ്രസ്ഥാനങ്ങൾ, രാഷ്ട്രീയ സ്വയംസേവക സംഘം ഉൾപ്പെടുന്ന ദേശീയ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകരുടെയും തിരുവനന്തപുരത്തെ സാധാരണക്കാരായ ജനങ്ങളുടെയും വിജയമായിട്ടാണ് ഞാൻ കാണുന്നത്. അവർ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തമാണിത്. ഇതിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ, തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ അന്ന് ഞങ്ങൾ പറഞ്ഞതുപോലെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഞങ്ങൾ കാത്തുനിർത്തി. അതേസമയം മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം അനുസരിച്ചാണെന്ന് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. മേയർ സ്ഥാനാർത്ഥിത്വത്തിനായി തർക്കമുണ്ടെന്ന് ആര് പറഞ്ഞെന്നും രാജീവ് ചന്ദ്രശേഖറിന്റെ ചോദ്യം. ആർ ശ്രീലേഖ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ചോദിച്ചോളൂ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. പാർട്ടിയിലൊരു രീതിയുണ്ട്. ഞങ്ങളൊരു പാനൽ അയക്കും സെൻട്രൽ പാർട്ടിക്ക്. സെൻട്രൽ പാർട്ടീനൊപ്പം ഇന്ന് ഇരുന്നു, അത് തീരുമാനിച്ചു. ആ ഡിസിഷൻ ഇന്ന് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്ത് കൂടുതൽ വിവരങ്ങളുമായി മനീഷ് മഹിബാൽ ചേരുന്നു. രാഷ്ട്രീയമായ പരിചയമുള്ളവരും കക്ഷി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ള ആളുകളും തന്നെ കോർപ്പറേഷൻ തലപ്പത്തെത്തണം എന്നുള്ള തീരുമാനം ദേശീയ നേതൃത്വം എടുത്തതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് മനീഷ് പ്രൈം ടൈമിൽ പറയും. SKN സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയമായി അത് കേന്ദ്ര നേതൃത്വം മാത്രമല്ല RSSന്റെ കൂടി അഭിപ്രായം ആരാഞ്ഞുകൊണ്ടായിരുന്നു അത് വി രാജേഷിലേക്ക് തന്നെ അവസാനം ആ നറുക്ക് വീണത്. വി രാജേഷ്, ആർ ശ്രീലേഖ ഉൾപ്പെടെ 5ഓളം പേരുടെ പേരായിരുന്നു മേയർ സ്ഥാനത്തിലേക്ക് ഉയർന്നു വന്നത്. അത്തരം അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് വി രാജേഷ് വന്നു. പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ. ഒന്ന്, വനിതാ സംവരണമാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക്. അതുകൊണ്ട് തന്നെ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് മുൻ DGP കൂടിയായിട്ടുള്ള ശ്രീലേഖയെ പരിഗണിക്കുന്നതിലെ പ്രശ്നങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് മേയർ സ്ഥാനാർത്ഥിയാക്കിയാൽ അപ്പോൾ 2 വനിതകളായി ഇപ്പോൾ അത്ര വിഷയങ്ങളുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാനത്തെ ആദ്യത്തെ വനിതാ DGP ആണ് ശ്രീലേഖ എങ്കിൽ കൂടി ശ്രീലേഖയ്ക്ക് പൊതുരംഗത്ത്, നിലവിൽ BJPയിൽ വന്നിട്ട് 1.5 വർഷമായി ശ്രീലേഖ, പക്ഷേ പൊതുരംഗത്ത് ശ്രീലേഖയ്ക്ക് അത്രത്തോളം പരിചയമില്ല. ആ പരിചയക്കുറവ് ചരിത്രത്തിൽ ആദ്യമായി സംസ്ഥാനത്ത് ഒരു കോർപ്പറേഷൻ ഭരിക്കാൻ പോകുമ്പോൾ ഒരു ഭരണത്തലവനെ നിശ്ചയിക്കുന്നതിൽ ശ്രീലേഖ പോരാ എന്നുള്ള നിഗമനത്തിലേക്ക് എത്തി. ഒപ്പം തന്നെ ശബരിനാഥൻ ഉൾപ്പെടെ, മുൻ MLA ശബരിനാഥൻ ഉൾപ്പെടെ CPMന്റെ 3 ഏരിയ സെക്രട്ടറിമാരടക്കമുള്ള വലിയ കരുത്തുറ്റ പ്രതിപക്ഷ നിലയെ നേരിടാൻ കരുത്തുള്ള, അത്രത്തോളം സംഘടനാ ശേഷിയുള്ള, പ്രാഗൽഭ്യമുള്ള, പരിണതപ്രജ്ഞനായ ഒരാൾ തന്നെ വേണമെന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് BJPയുടെ സംസ്ഥാന സെക്രട്ടറി, തലസ്ഥാനത്തെ BJPയുടെ സൗമ്യമുഖം, ചാനൽ ചർച്ചകളിലടക്കം ശക്തമായ മുഖമായി BJP മുൻനിർത്തുന്ന വി രാജേഷിനെ തന്നെ കളത്തിലിറക്കാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ കോർപ്പറേഷനടക്കം പ്രതിപക്ഷ സമരങ്ങളുടെ നായകനായിരുന്നു വി രാജേഷ്. ഒപ്പം തന്നെ വി രാജേഷിനെ കൂടാതെ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് കൂടി പരിഗണിക്കുന്ന ആശാനാഥിനേക്കായി. അങ്ങനെ ആശാനാഥ് കൂടി വരുന്നതോട് തന്നെ 2 യുവമുഖങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിറഞ്ഞു നിൽക്കുന്ന രീതിയിലേക്ക് എത്തി. ഇനി SK സൂചിപ്പിച്ചതുപോലെ ആർ ശ്രീലേഖയെ പരിഗണിക്കുന്നത് നിയമസഭയിലേക്കാണെങ്കിൽ അത് വട്ടിയൂർക്കാവ് പോലെയുള്ള BJPക്ക് വലിയ സാധ്യതയുള്ള ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ആർ ശ്രീലേഖയെ ഉപയോഗപ്പെടുത്താൻ അവിടെ ജയിച്ചാൽ വലിയ രീതിയിലുള്ള പരിഗണന ലഭിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രീലേഖയെ അനുനയിപ്പിച്ച വാർത്തകളാണ് ഇന്ന് പുറത്തു വന്നത്. അതായത് ജയിച്ചതും തോറ്റതുമായിട്ടുള്ള 101 കൗൺസിലർമാരുടെ അഭിപ്രായവും RSSന്റെ അഭിപ്രായവും സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിലപാടും ഒക്കെ തന്നെ കൂട്ടിക്കിഴിച്ചുകൊണ്ടായിരുന്നു ഇന്ന് സംസ്ഥാന അധ്യക്ഷൻ ഉച്ചയോടുകൂടി തന്നെ വി രാജേഷിലേക്കും ആശാനാഥിലേക്കും ഈ നറുക്ക് അല്ലെങ്കിൽ തീരുമാനത്തിലേക്ക് എത്തി. എന്താണെങ്കിലും നാളെ രാവിലെ 10:30 തന്നെ ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടാകും. 45 വർഷം ഇടതുപക്ഷം ഭരിച്ച ഇടത് കോട്ട ഇനി BJPയുടെ കൈകളിലേക്ക് എത്തുന്ന കാഴ്ച നാളെ രാവിലെ മുതൽ കാണാൻ കഴിയും. SKN. ഓക്കെ, താങ്ക് യു മനീഷ് മഹിബാലാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.